അടുത്ത ബാബ് ബാബു തഹ്രീമിൽ ഖുൽവതി ബിൽ അജ്നബിയ്യ. ഈ ബാബ് ഒരു അന്യസ്ത്രീയുമായി ഒറ്റക്കാകുന്നത് നിഷിദ്ധമാണ് എന്നുള്ളത്, ഒരു അന്യസ്ത്രീയുമായി ഒറ്റക്കാകുന്നത് നിഷിദ്ധമാണ് എന്നുള്ള ബാബ്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബിൻ. നിങ്ങൾ അവരോട്, ഇവിടെ ഹുന്ന എന്നുള്ള ദമീർ മടങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. പക്ഷേ നമുക്കറിയാം ഖുർആനിൽ ഒരായത്തിന്റെ വാഹിറായിട്ടുള്ള പൊതുവായിട്ടുള്ള ഹുക്കുമാണ് എടുക്കുക. അത് ഏതെങ്കിലും സബബിൽ പ്രത്യേകമായി ഇറങ്ങിയതാണെങ്കിലും അത് നമ്മൾ എടുക്കേണ്ടത് പൊതുവായിട്ടുള്ള ആശയത്തിലാണ്. അപ്പൊ ഏതൊരു സ്ത്രീയോടാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, മതാഅൻ എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു കാര്യം ചോദിക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ, ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഒരു മറയുടെ അപ്പുറത്തായിക്കൊണ്ട് മാത്രമായിരിക്കണം ഒരു അന്യസ്ത്രീയോട് ഒരു പുരുഷൻ എന്തെങ്കിലും ചോദിക്കേണ്ടി വന്നാൽ അത് ചോദിക്കേണ്ടത്. അല്ലാതെ തുറന്ന് പരസ്പരം കാണുന്ന രീതിയിൽ, ഒറ്റക്കാവുന്ന രീതിയിൽ ഒരു അന്യസ്ത്രീയും ഒരു അന്യപുരുഷനും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യഭിചാരം എന്നതിലേക്ക് നയിക്കുന്ന, അതിലേക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട ചില ബാബുകൾ ഒരു അന്യസ്ത്രീയും പുരുഷനും ഒറ്റക്കാവുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ ഒറ്റക്കാവുക എന്നുള്ളത് നമുക്കറിയാം ഫിസിക്കലി രണ്ടുപേരും ഒറ്റക്കാവുക എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് അതിനുള്ള അവസരങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം നടക്കുന്നുണ്ട്. അതായത് ഒരു അന്യപുരുഷനും അന്യസ്ത്രീക്കും അവരുടെ സ്വകാര്യതയിൽ സംസാരിക്കാനുള്ള വളരെ വലിയൊരു സ്വാതന്ത്ര്യവും അതിനുള്ള അവസരവും. ഇന്ന് ചാറ്റ് ചെയ്യാനും അതുപോലെ വീഡിയോ കോൾ ചെയ്യാൻ അതുപോലെയുള്ള അവസരങ്ങൾ ഒരുപാടാണ്. ഇന്ന് കാലത്ത് യുവാക്കളിൽ ഇത് ധാരാളം വർദ്ധിച്ചിട്ടുമുണ്ട്. ഒരു അന്യസ്ത്രീകളുമായിട്ട് ഇതുപോലുള്ള സംസാരങ്ങളും എല്ലാം ദീനറിയാത്ത ആളുകൾ മുസ്ലിം സമൂഹത്തെ വെച്ച് നോക്കിയാൽ പൊതുവായിട്ടും എല്ലാം വർദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വളരെ അപകടം നിറഞ്ഞ കാര്യമാണ്, വളരെ വലിയ അപകടമാണ്. അത് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. നമുക്ക് ഇസ്ലാമിൽ ഒരാളുടെ ഭാര്യയോട്, ഒരാളുടെ ഭാര്യയാണ് ഒരു സ്ത്രീ എങ്കിൽ ആ സ്ത്രീയോട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്ന ഭർത്താവിന്റെ അനുവാദം വേണം. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു സ്ത്രീയോട്, വിവാഹിതയായ ഒരു സ്ത്രീയോട് സംസാരിക്കാൻ ഒരു പുരുഷന് അവകാശമില്ല. അത്രത്തോളം ഇസ്ലാമിൽ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഗൗരവത്തിൽ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ബാബിലെ ഹദീസുകൾ, وعن عقبة بن عامر رضي الله عنه أن رسول الله صلى الله عليه وسلم قال إياكم والدخول على النساء. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. അന്യ സ്ത്രീകളിലേക്ക് പ്രവേശിക്കുന്നത്, അവരുടെ അടുത്താവുന്നത്, അവരുടെ അടുത്ത് ഒറ്റക്കാവുന്നത് നിങ്ങൾ സൂക്ഷിക്കണം, അവരോടൊപ്പമാകുന്നത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഫഖാല റജുലുൻ മിനൽ അൻസാർ, അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി ചോദിച്ചു, അഫറഅയ്തൽ ഹംവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഹമ്മുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എന്താണ്? ഹമുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ, വിവാഹിതയായ ഒരു സ്ത്രീക്ക് ഭർത്താവിന്റെ സഹോദരങ്ങൾ, ഭർത്താവിന്റെ അതുപോലെ തന്നെ കസിൻസ്, അതുപോലെയുള്ള ഭർത്താവുമായി ബന്ധപ്പെട്ട് കുടുംബക്കാർ തന്നെ ആയിട്ടുള്ള അന്യപുരുഷന്മാർക്കാണ് ഹമുൻ എന്ന് പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവിന്റെ അനിയൻ, ജ്യേഷ്ഠൻ, ഭർത്താവിന്റെ കസിൻസ്, അതുപോലെയുള്ള ഭർത്താവിന്റെ കുടുംബക്കാരായിട്ടുള്ള പുരുഷന്മാർക്കാണ് ഹമുൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീ ഒരു അന്യ കുടുംബത്തില്, ഇപ്പൊ ഒരു അഫറായിത്തൽ ഹം പറഞ്ഞാൽ അൻസാരി ചോദിക്കുകയാണ്, അന്യ സ്ത്രീകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ സൂക്ഷിക്കണം, പ്രവേശിക്കാൻ പാടില്ല നിങ്ങൾ പറയുമ്പോൾ ചോദിക്കുകയാണ്. അപ്പൊ ഒരു വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ തന്നെ കുടുംബക്കാരായിട്ടുള്ള ആളുകളായിരിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ചാലും ഭർത്താവിന്റെ അനിയൻ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ അടുത്ത കുടുംബമാണ്, എപ്പോഴും ഇടപഴകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഒരു വീട്ടിലാണെങ്കിൽ എപ്പോഴും ഒരുമിച്ച് ഉണ്ടാകേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് എന്താ അറിയോ? അൽ ഹംവു അൽ മൗത്ത്. ഹംവു എന്ന് പറഞ്ഞാൽ അത് മരണമാണ്, അത്രത്തോളം അപകടമാണ്. ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, അല്ലെങ്കിൽ ഭർത്താവിന്റെ അനിയൻ, അല്ലെങ്കിൽ ഭർത്താവിന്റെ അനിയത്തിയുടെ ഭർത്താവ്, അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള ബന്ധങ്ങൾ, അടുത്ത ഭാര്യ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ വഴിക്ക് ലഭിക്കുന്ന അടുത്ത ഭർത്താവിന്റെ അടുത്ത പുരുഷന്മാരായിട്ടുള്ള കുടുംബക്കാർ, അവരുമായിട്ടുള്ള ഈ ഒറ്റക്കാവൽ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകുന്ന അവസ്ഥ എന്നുള്ളത് മരണത്തിന്റെ അത്ര ഗൗരവമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് കാലത്ത് സഹോദരങ്ങൾ, എന്താണ് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ? എന്താണ് ഈ നിർദ്ദേശങ്ങൾ, ഈ അധ്യാപനങ്ങൾ അവർ പഠിക്കാത്തത്? അവർ ഏതെങ്കിലും കല്യാണത്തിനോ അല്ലെങ്കിൽ അങ്ങാടിയിലോ മാത്രമല്ല, വീട്ടിലാണെങ്കിൽ പോലും ചിലപ്പോൾ ചില കുടുംബങ്ങൾ കാണുന്നത് ഒരു ഭാര്യയെ എങ്ങോട്ടെങ്കിലും കൊണ്ടുവന്നതും കൊണ്ടുവരുന്നതും ഒക്കെ ഭർത്താവിന്റെ അനിയൻ, ഭർത്താവ് ഗൾഫിലായിരിക്കും, ഭർത്താവിന്റെ അനിയനോ ഏട്ടനോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അതുപോലെ തന്നെ പല രീതിയിൽ ഒരു അതിർവരമ്പില്ലാത്ത രീതിയിൽ ഇതുപോലെയുള്ള അവസ്ഥകൾ. ഇന്ന് കാലത്ത് ഞാൻ മുമ്പേ പറയാറുള്ള ഒരു അപകടമാണ് ഫാമിലി ഗ്രൂപ്പുകൾ. ഇതുപോലെയുള്ള ഫാമിലി ഗ്രൂപ്പുകളിൽ പലരും ഉണ്ടാകും. ഒരു കുടുംബത്തിൽ എല്ലാവരും കൂടി ഉണ്ടാവും, പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് മാത്രം അവിഹിതമായ ബന്ധങ്ങൾ ഉണ്ടാവുകയും അത് വ്യഭിചാരത്തിലേക്ക് എത്തുകയും അതുവഴി ഏറ്റവും മ്ലേച്ഛമായ അവസ്ഥയിലുണ്ടായ അവസ്ഥകൾ എത്രയോ ഉണ്ട്. നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്, എത്രയോ അറിഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരൊറ്റ ഒരു ഉപദേശം ഒന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ, അൽ ഹംവു അൽ മൗത്ത് എന്ന് പറഞ്ഞാൽ തന്റെ കുടുംബത്ത് തന്റെ ഭാര്യയും തന്റെ സഹോദരങ്ങൾക്കിടയിൽ മറയുണ്ടായിരിക്കണം,
അതിൽ ഒരുമിച്ച് അവർ ഇടപഴകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്, അതിനിടയിൽ ഒരു അകൽച്ച ഉണ്ടാകണമെന്ന് ഓരോ മുസ്ലിമും തീരുമാനിച്ചിരുന്നെങ്കിൽ എത്ര അപകടങ്ങളാണ്, എത്ര ഇതുപോലെയുള്ള മ്ലേച്ഛതയിൽ നിന്നാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല രീതിയിലാണ് നമുക്ക് ഈ ദീനിനെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് കുടുംബത്തിലാണെങ്കിലും ഒരു പുരുഷൻ നമ്മളാണെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട ഭാര്യയുടെ സഹോദരിമാർ അങ്ങനെയാണെങ്കിലും എല്ലാ രീതിയിലും നമ്മുടെ കസിൻസ് അങ്ങനെയുള്ള ബന്ധങ്ങളാണെങ്കിലും അതെല്ലാം നമ്മളൊരു അകൽച്ച വെച്ച് ഒരു അന്യപുരുഷൻ എന്നുള്ള അകൽച്ചയിൽ തന്നെയാണ് നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. وعن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم قال لا يخلون أحدكم بامرأة إلا مع ذي محرم. നിങ്ങളിൽ ഒരാളും തന്നെ ഒരു സ്ത്രീയുമായി ഒറ്റക്കാവരുത്, ആ സ്ത്രീയുടെ മെഹ്റം ഒപ്പമില്ലാതെ. നമുക്കറിയാം സ്ത്രീയുടെ മെഹ്റം എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം നിഷിദ്ധമായവർ, ഉപ്പ, പിന്നെ അതുപോലെ തന്നെ മക്കൾ, സഹോദരന്മാർ, അതുപോലെ തന്നെ സഹോദരന്മാരുടെ പുത്രന്മാർ, അതുപോലെ മെഹ്റവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ നമുക്കറിയാം. വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ളവർ, അങ്ങനെയുള്ള മെഹ്റമായിട്ടുള്ള ഒരാളില്ലാതെ ഒരു സ്ത്രീയുമായി നിങ്ങൾ ഒറ്റക്കാകാൻ പാടില്ല. ഈ ബാബിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. സഹോദരങ്ങളെ, ഒറ്റക്കായ പിന്നെ നമുക്ക് പിന്നെ രക്ഷയില്ല. അതായത് ഒരു സ്ത്രീയുമായിട്ട് ഒറ്റക്കാവാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒറ്റക്കായി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് അവിടെ പിശാചാണ് ഉണ്ടാവുക. അതൊരു ചാറ്റിന്റെ അകത്താണെങ്കിലും ശരി, അതൊരു റൂമിന്റെ അകത്താണെങ്കിലും ശരി, അതൊരു റോട്ടിലാണെങ്കിലും ശരി, ഒരു അന്യ സ്ത്രീയുമായി ഒറ്റക്കാവുന്ന ഒരു സാഹചര്യം വന്നാൽ പിന്നെ മൂന്നാമത് അവിടെ പിശാചാണ്. പിശാചിന്റെ പ്രേരണകൾ, വസ്വാസുകൾ അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കും. എത്രയോ ആളുകൾ മുൻഗാമികളിൽ ഉണ്ടായ ഒരുപാട് ചരിത്രങ്ങൾ ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ ദമ്മുൽ ഹവ, അതുപോലെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ദഅവത് ദവ, ഇതുപോലെ കിതാബുകൾ വായിച്ചു നോക്കണം. അതിന്റെ അപകടങ്ങളെ കുറിച്ചും അതിലേക്ക് എത്തിയ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ഇതുപോലെയുള്ള അപകടങ്ങൾ ചെന്നുപെട്ട ഓരോ മുൻഗാമികളുടെയും ബനൂ ഇസ്രായേൽപ്പെട്ട ആളുകളുടെ എല്ലാം ചരിത്രങ്ങൾ അതിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ അവിടെ നിൽക്കുക, അവിടെ നമ്മുടെ ദീനിന്റെ നിയമങ്ങളെ പാലിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഖൈറല്ലാതെ ഒരിക്കലും ഒരു ഷെറും നമുക്ക് ഉണ്ടാവില്ല, നന്മ മാത്രമേ അതുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ.